രാമ ഹരേ രാമ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ മാതാജി. ഹരേ ഹരേ हरे कृष्ण माता जी, प्रणाम माता जी। ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. മാതാജിയുടെ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. नानाञ्चनाशलाघया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च निरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते च पताका स्वामिन् इति नामिने नमाचार्यपादाय निधाय कृपप्रदायिने गौरकथादामदाय नगरग्रामतारिणे। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिका कान्तारो राधाकान्त नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. ശ്രീ രാധാ ഗോവിന്ദ് മന്ദിർ ഇസ്കോൺ ബാംഗ്ലൂരിന്റെ ലെവൽ 3 ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തന്മാർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ഈശോപനിഷത്ത് മന്ത്രം 3 എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ എടുത്തതെന്ന് ഓർമ്മയുണ്ടോ? രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ എന്താ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഹരേ കൃഷ്ണ. കർമ്മം, അകർമ്മം, വികർമ്മം, 3 തരം കർമ്മമുണ്ട്. 3 തരം കർമ്മങ്ങൾ. ശ്ലോകത്തിൽ എന്താ പഠിച്ചത്? നമ്മള് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്ത്, അതായത് നമ്മൾ ഭഗവാനാണ് സർവത്തിന്റെയും ഉടമസ്ഥൻ എന്ന് മനസ്സിലാക്കി ഭഗവത് സമർപ്പണമായിക്കൊണ്ട് ഭക്തന്മാരായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് 100 വർഷം വരെ ആയുസ് ഉണ്ടാകുന്നതിലും കുഴപ്പമില്ല, അയാള് കർമ്മബന്ധനത്തിലാകില്ല എന്ന് പഠിച്ചു ഇല്ലേ? പഠിച്ചത് ആ ശ്ലോകത്തിന്റെ മീനിങ്. അതെ, അതിനകത്ത് നമ്മൾ കർമ്മം, അകർമ്മം, വികർമ്മം ഒക്കെ പഠിച്ചു. എന്തൊക്കെയാണ് അകർമ്മം, വികർമ്മം, കർമ്മം ഒക്കെ പറയാൻ പറ്റുമോ? പിന്നെ കർമ്മങ്ങളിൽ നിന്നും മുക്തനാകാൻ പ്രയോജനപ്പെടുന്ന കർമ്മങ്ങൾ അകർമ്മങ്ങൾ. വികർമ്മം സ്വന്തം സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തി അനുഷ്ഠിക്കപ്പെടുന്ന ഹീനതരമായ ജന്മത്തിന് ഹേതുഭൂതായ കർമ്മം വികർമ്മം. ഹരേ കൃഷ്ണ. കർമ്മം എന്താണ്? വേദങ്ങളിൽ നിർദ്ദേശിക്കപ്പെടുന്ന നിർദ്ദിഷ്ട കർത്തവ്യങ്ങൾ ചെയ്യുന്നത്. കർമ്മം അതായത് ഫലേച്ഛാ കർമ്മങ്ങൾ അല്ലേ? ഇന്നലെ നമ്മളൊരു ചോദ്യത്തില് എന്താ ശരീരത്തിന്റെ എന്ന് ചോദിച്ചില്ലേ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ, അത് വെട്ടി കളഞ്ഞോളൂ. അങ്ങനെ ഇല്ല പറഞ്ഞത്. നാലാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം.
ആ ചോദ്യം മാനസികം വാചികം ശാരീരികം കർമ്മങ്ങളെ മാനസികം വാചികം ശരീരം അതാണോ മാതാജി? അത് ശരീരം കൊണ്ട് ചെയ്യുന്നത് ശാരീരികം എന്നല്ലേ എഴുതിയത് നമ്മള്? അത് വേണ്ട, ആ ക്വസ്റ്റ്യൻ വേണ്ട. അല്ല, അതിൽ കൂടെ തന്നെ ഉണ്ട്. മനസ്സുകൊണ്ട് ചെയ്യുന്നത് മാനസികം, വാക്കുകൊണ്ട് ചെയ്യുന്നത് വാചികം. വേണ്ടാന്നാ പറയുന്നേ. അതൊന്നും വേണ്ട. ബാക്കിൽ പഴയിരിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ, ഒരു മിനിറ്റ് കേട്ടോ. എല്ലാവർക്കും കാണാലോ അല്ലേ? സ്ലൈഡ് കാണാലോ? ഹരേ കൃഷ്ണ. അപ്പൊ നമുക്കിന്ന് ശ്ലോകമല്ല, മന്ത്രം 3. സൂര്യാനാമതേ ലോക അന്ധേന തമസാവൃതാഃ താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി ഏകേ ച ആത്മഹനോജനാഃ. എല്ലാവർക്കും ചൊല്ലാം. അസൂര്യനാമതേ ലോക അസൂര്യാനാമതേ ലോക അന്ധേന തമസാവൃതാഃ താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി ഏകേ ച ആത്മഹനോ ജനാഃ. അസൂര്യാനാമതേ ലോക ആസുര്യാനാമതേ ലോക അന്ധേന തമസാവൃതാഃ താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി ഹരേ കൃഷ്ണ. ഇനി വിവർത്തനം നോക്കാം നമുക്ക്. ഇതിന്റെ അർത്ഥം എന്താണ്? ആത്മഹന്താവ് ആരൊരുവനായാലും അസുരവും അന്ധകാരവും അജ്ഞാനവും നിറഞ്ഞതുമായ ലോകങ്ങളിൽ എത്തിച്ചേർന്നേ മതിയാകൂ. അപ്പൊ ഇതെന്താണ് ഇതിന്റെ മീനിങ്? ഈ ശ്ലോകത്തിന്റെ മീനിങ്, ആത്മഹന്താവ് ആരാണ്? ആത്മഹന്താവ് ആത്മാവിനെ ഹനിക്കുന്നവൻ അല്ലെ? ആത്മഹന്താവ്, ഹന്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലാതെയാക്ക, കൊല്ലുക. അപ്പൊ ആത്മാവിനെ ഹനിക്കുന്നവൻ ആരൊരുവനായാലും ആ വ്യക്തി അസുരവും അന്ധകാരവും അജ്ഞാനവും നിറഞ്ഞതുമായ ലോകങ്ങളിൽ എത്തിച്ചേർന്നേ മതിയാകൂ. അപ്പൊ ഏതൊരു വ്യക്തിയാണോ ആത്മാവിനെ ഹനിക്കുന്നത് ആ വ്യക്തി എങ്ങോട്ട് പോകണം? അസുരവും അന്ധകാരവും അജ്ഞാനവും നിറഞ്ഞതുമായ ലോകങ്ങളിൽ എത്തിച്ചേരണം എന്ന് പറയുന്നു. എന്താണ് ഭാവാർത്ഥത്തിൽ പറഞ്ഞിരുന്നതെന്ന് നോക്കാം നമുക്ക്. മനുഷ്യ ജീവിതത്തിലെ ചുമതലാബോധ കാരണമാണ് മനുഷ്യൻ മൃഗത്തിൽ നിന്ന് ഭിന്നമായി വർത്തിക്കാനുള്ള കാരണം. അതായത് നമ്മുടെ ചുമതലാബോധം, നമുക്ക് പല റെസ്പോൺസിബിലിറ്റീസും ഉണ്ട് അല്ലെ? അതായത് അവബോധം എന്ന് പറയുന്ന ഒരു സാധനം മനുഷ്യർക്ക് കൂടുതലായിട്ടുണ്ട് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ മൃഗങ്ങളിൽ നിന്ന് ഭിന്നമായിട്ട് പ്രവർത്തിക്കാൻ കാരണം എന്ന് പറയുന്നത്. കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. മൃഗങ്ങളെ നോക്കുമ്പോൾ അവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റീസും ഇല്ല അല്ലെ? ഭക്ഷണം കൊടുക്കുക, കുട്ടികളെ സംരക്ഷിക്കുക, ഒന്നുമില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ജീവിക്കണേ. മനുഷ്യ ജീവിതത്തിൽ നമുക്ക് എന്തുണ്ട്? ചുമതലാബോധമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മൃഗത്തിൽ നിന്ന് ഭിന്നമായി ജീവിക്കുന്നത് എന്ന് പറയുന്നു. പ്രപഞ്ചത്തിൽ 2 തരം ജനങ്ങളാണുള്ളത്, സുരന്മാരും അസുരന്മാരും. അപ്പോ 2 തരം ആളുകളുണ്ട്. ഒന്ന് സുരന്മാർ, നമ്മളിത് ഭഗവത്ഗീത 16ാമത്തെ അധ്യായത്തിൽ വ്യക്തമായി പഠിച്ചിട്ടുള്ളതാണ്. സുരനും അസുരനും അല്ലെ? 2 വിധം ആളുകളാണ്. ഇനി സുരന്മാർ ആരൊക്കെയാണെന്ന് നോക്കാം. ചുമതലാ ബോധമുള്ളവരും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരും സുരന്മാർ എന്ന് വിളിക്കപ്പെടുന്നു.
സുരന്മാർ സദാസമയം വിഷ്ണുവിന്റെ പാദങ്ങളെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു എന്ന് ഋഗ്വേദം പറയുന്നു. അപ്പൊ എന്താണ് ഈ ചുമതലാബോധം എന്ന് പറയുന്നത്? അതാണ് ഇവിടെ പറയുന്നത്. അതായത് സുരന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവർത്തിക്കേണ്ടത്? ശ്രീമദ് ഭാഗവതം പറയുന്നു, സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തിരതോക്ഷജേ അഹൈതുകീ അപ്രതിഹതായ ആത്മാ സുപ്രസീദതി. അതായത് ഒരു വ്യക്തിയുടെ സവൈ പുംസാം പരോ ധർമ്മോ, ഒരു മനുഷ്യനായി, പുംസാം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനായി പറഞ്ഞാൽ അവരുടെ പരമമായ ധർമ്മം എന്ന് പറയുന്നത് യഥോ ഭക്തിരതോക്ഷജേ. അധോക്ഷജൻ എന്ന് പറയുന്നത് ഭഗവാന്റെ മറ്റൊരു നാമമാണ്. അപ്പോ ഭഗവാന് ഭക്തിയുത സേവനം ചെയ്യാന്നുള്ളതാണ് ഒരു മനുഷ്യ ജന്മത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ ഒരേ ഒരു ധർമ്മം, പരോധർമ്മം, പരമമായ ധർമ്മം എന്ന് പറയുന്നത് ഭഗവാന് ഭക്തിയുത സേവനം ചെയ്യുക. എങ്ങനെയുള്ള ഭക്തിയുത സേവനം? അഹൈതുകി അപ്രതിഹത. അഹൈതുകി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹേതു ഇല്ലാതെ, ഒരു കാരണവും വേണ്ട, അല്ലെ? എനിക്ക് സമ്പത്ത് ഉണ്ടാകണം, അല്ലെങ്കിൽ എനിക്ക് നല്ല മക്കളെ ഉണ്ടാവണം, അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം, ഇങ്ങനെ ഒരു കാരണം ഉണ്ടായിട്ടല്ല എന്ത് ചെയ്യേണ്ടത്? ഭഗവാന് ഭക്തി ചെയ്യേണ്ടത്. അഹൈതുകി, അതായത് ഒരു കാരണവും ഇല്ലാതെ ഭഗവാന് ഭക്തി ചെയ്യാം. പിന്നെ എന്ത് വേണം? അപ്രതിഹത. അപ്രതിഹത പറഞ്ഞ നിർവിഘ്നം, ഒരു തടസ്സങ്ങളും ഇല്ലാതെ, തടസ്സങ്ങളൊന്നും ഇല്ലാതെ നിർവിഘ്നം ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ഭഗവാന് ഭക്തി ചെയ്യേണ്ടത്. അപ്പോ ഇവിടെ എന്താ പറയുന്നത്? ചുമതലാബോധമുള്ളവരും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരും സുരന്മാരെന്ന് വിളിക്കപ്പെടുന്നു. അപ്പൊ എന്താണ് നമ്മുടെ യഥാർത്ഥ ധർമ്മം എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ ആരെന്ന് പറയുന്നു? സുരന്മാരെന്ന് പറയുന്നു. ഈ സുരന്മാർ എന്താ ചെയ്യുന്നത്? സുരന്മാർ സദാസമയവും വിഷ്ണുവിന്റെ പാദങ്ങളെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു എന്ന് ഋഗ്വേദം പറയുന്നു. അപ്പൊ ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്, സുരൻ എന്ന കാറ്റഗറിയിൽ വരണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ സുരൻ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ പാദങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സേവന മനോഭാവം ഉള്ള വ്യക്തികളാണ് ആര്? സുരന്മാർ എന്ന് പറയുന്നത് എന്ന് ഋഗ്വേദം പറയുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഋഗ്വേദത്തിൽ അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതായത് സുരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ്? സദാസമയം വിഷ്ണുവിന്റെ പാതാരവിന്ദങ്ങളെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു. ഇനി അസുരന്മാർ ആരാണ്? ചുമതലകളൊക്കെ അവഗണിക്കുന്നവരും അതിനെപ്പറ്റി അറ്റരുമായവരെ അസുരന്മാർ എന്ന് വിളിക്കുന്നു. അപ്പോ എന്താണ് യഥാർത്ഥ ധർമ്മം എന്ന് അസുരന്മാരായിട്ടുള്ള ആളുകൾക്ക് അറിയില്ല. അതിനെ അവഗണിച്ച് അജ്ഞരാവുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരീരബോധത്തിൽ, അല്ലെ? നമ്മൾ ആരാണെന്നുള്ള വ്യക്തമായിട്ടുള്ള അറിവില്ലാതെ ഈ ശരീരമാണ് ഞാൻ എന്ന് കരുതി, ഈ ശരീരത്തെ സംബന്ധിക്കുന്നതൊക്കെ എന്റേതാണെന്ന് കരുതി, ഇതൊക്കെ ആസ്വദിക്കലാണ് എന്റെ ജോലി എന്ന് കരുതി, അങ്ങനെ എല്ലാം മറന്ന്, അല്ലെ, ഭഗവാനെ മറന്ന്, യഥാർത്ഥ ധർമ്മം മറന്ന് ജീവിക്കുന്നയാളാണ് അസുരന്മാരായിട്ടുള്ളവര്. ഒരിക്കൽ കൂടെ പറയാം, ചുമതലകളൊക്കെ അവഗണിക്കുന്നവരും അതിനെപ്പറ്റി അജ്ഞരുമായവരെ അസുരന്മാർ എന്ന് വിളിക്കുന്നു. മനസ്സിലായല്ലോ സുരന്മാർ ആരാണ്, അസുരന്മാർ ആരാണെന്ന് മനസ്സിലായല്ലോ. സമുദ്ര താരതമ്യം, മനുഷ്യ ശരീരം, ഭൗതിക പ്രപഞ്ചം, വേദഗ്രന്ഥങ്ങൾ, ആചാര്യന്മാർ. അതായത് ഇതെന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അതായത് മനുഷ്യ ശരീരത്തെ സമുദ്രം കടക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ബോട്ടായിട്ട് താരതമ്യം ചെയ്തിരിക്കുന്നു. അതായത് സമുദ്രം എന്ന് പറയുന്നത് എന്താണ്? ഭവസാഗരം, അല്ലെ? ഈ സംസാര അർണവം, അതാണ് സമുദ്രം എന്ന് പറയുന്നത്. അപ്പൊ ആ സമുദ്രം കടക്കാൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്ത ബോട്ടാണ് ആര്? നമ്മുടെ ഈ ശരീരം, ഭൗതിക ശരീരം എന്ന് പറയുന്നത്. ആ ശരീരത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെ? അത് ഒരു ബോട്ട് പോലെയാണെന്ന് പറയുന്നു. ഈ സംസാര അർണവത്തിൽ നിന്ന്, അല്ലെങ്കിൽ സംസാര സാഗരത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള, രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബോട്ടാണ് മനുഷ്യ ശരീരം എന്ന് ഉപമിക്കുന്നു. ഇനി ഭൗതിക പ്രപഞ്ചം എന്താണ്? സമുദ്രം, അതാണ് നമ്മുടെ ഈ സംസാര സാഗരം, അല്ലെ? ഈ പ്രപഞ്ചമാണ് സമുദ്രം. ഇപ്പൊ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ ആസ്വദിക്കലല്ല നമ്മുടെ ജോലി, ഇതിനെ പുറത്ത് കിടക്കലാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? ശരീരം ബോട്ടിന്റെ രൂപേണ, അല്ലെ? വേദഗ്രന്ഥങ്ങളും ആചാര്യന്മാരും വിശുദ്ധരായ അധ്യാപകരും വിദഗ്ധരായ തോണിക്കാരാണെന്ന് പറയുന്നു. അപ്പൊ അവരൊക്കെ തോണിക്കാരാണ്, നമ്മളെ കടത്തുകാര്, അല്ലെ? ഈ തോണിയില് നമ്മളെ കടത്തിവിടാനുള്ള തോണിക്കാരാണ് ആരൊക്കെ? വേദഗ്രന്ഥങ്ങളും ആചാര്യന്മാരും വിശുദ്ധരായ അധ്യാപകരും. മനുഷ്യ ശരീരത്തിലെ സൗകര്യങ്ങൾ അനുകൂലമായ കാറ്റാണ്. അതായത് ഇതെന്താണ്? ഈ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കണ്ണിന് കാഴ്ച വേണം. നമുക്ക് വേദഗ്രന്ഥങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ, വായിക്കണമെങ്കിൽ എന്ത് വേണം? കണ്ണിന് നല്ല കാഴ്ച വേണം, വേണ്ടേ? എന്നല്ലേ നമുക്ക് പുസ്തകമൊക്കെ നോക്കി വായിക്കാൻ പറ്റുള്ളൂ. ഇനി അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായിട്ട് വല്ല പ്രയോജനം ഉണ്ടോ? അതുപോലെ കേൾവിയുള്ള ഒരു ചെവി വേണം, വേണ്ടേ?
എന്നാലേ നമുക്ക് ആചാര്യന്മാര് പറഞ്ഞു തരുന്നത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പിന്നെയോ പിന്നെന്തൊക്കെ വേണം സൗകര്യങ്ങള്? നമുക്ക് കുറച്ച് സാമ്പത്തിക സ്ഥിതി വേണം അല്ലെ, ബുദ്ധി വേണം, കുറച്ച് സാമ്പത്തിക, കാരണം നമുക്ക് വിശപ്പ് അടക്കാനുള്ള ഭക്ഷണം ഒന്നും ഇല്ലാതെ, നമുക്ക് ഇതൊന്നും ഈ സൗകര്യങ്ങൾ ഒന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഭഗവാന്റെ കാര്യത്തിൽ എൻഗേജ് ചെയ്യാൻ പറ്റില്ല അല്ലെ. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കഷ്ടപ്പെട്ട് ഇപ്പൊ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പോയി ജോലി ചെയ്തിട്ട് വന്നിരിക്കുന്നതാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇരുന്ന് കേൾക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കില്ലേ? അപ്പൊ കുറച്ച് സാമ്പത്തിക സ്ഥിതി, ആവശ്യത്തിനുള്ള സാമ്പത്തിക സ്ഥിതി, ഇത് നമ്മളെ ഭക്തിയിലേക്ക് മുന്നേറാൻ വേണ്ടിയിട്ട്, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അനുകൂലമായിരിക്കുന്ന കാറ്റ്. ഇപ്പോ ഒരിക്കൽ കൂടെ പറയാം, ഈ സമുദ്രം എന്താണ്? ഭൗതിക പ്രപഞ്ചം അല്ലെങ്കിൽ സംസാര അർണവം അല്ലെ, നമ്മുടെ ഈ ഭവസാഗരം. മനുഷ്യ ശരീരം എന്താണ്? ഈ സാഗരത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ബോട്ടാണെന്ന് പറയുന്നു. പിന്നെ വേദഗ്രന്ഥങ്ങളും ആചാര്യന്മാരും അധ്യാപകരും ഒക്കെ വിദഗ്ധരായ തോണിക്കാരാണ്. നമ്മളെ ഇവിടെ നിന്ന് കടത്തിവിടാനായിട്ട് വന്നിരിക്കുകയാണ് അവര്. ഈ മനുഷ്യ ശരീരത്തിലെ സൗകര്യങ്ങൾ, നമ്മുടെ ആരോഗ്യം, അതുപോലെ എല്ലാ സൗകര്യങ്ങളും, മനുഷ്യ ശരീരത്തിൽ നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ അതൊക്കെയും അനുകൂലമായ കാറ്റിനോടാണ്, ആ തോണിക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അനുകൂലമായ ഒരു കാറ്റിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിന്റെ സവിശേഷതകൾ ലക്ഷ്യസ്ഥാനത്ത് സുഗമമായി എത്തിച്ചേരാൻ സഹായിക്കുന്ന അനുകൂല കാറ്റിനോട് ഉപമിക്കുന്നു. അപ്പോ ശരീരത്തിന്റെ സവിശേഷതകൾ നമ്മളെ യഥാസ്ഥാനത്തേക്ക് എത്തിക്കുന്ന ആ ഒരു വഞ്ചിയെ, നൗകയെ, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന അനുകൂലമായ കാറ്റിനോടാണ് ഉപമിക്കുന്നത്. ഇത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി അവയൊന്നും പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാത്ത പക്ഷം അയാളെ ആത്മഹന്താവ് അഥവാ ആത്മനാശകനായി കണക്കാക്കാം. അപ്പോ ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടും നമ്മള് ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിയെ ആത്മഹന്താവ് എന്ന് പറയാമെന്ന് പറയുന്നു. അപ്പൊ ആരാണ് ആത്മഹന്താവ്? ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി അവയൊന്നും പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാത്ത പക്ഷം അയാളെ ആത്മഹന്താവ് അഥവാ ആത്മനാശകനായി കണക്കാക്കാം എന്ന് പറയുന്നു. ആത്മഹന്താവ് അജ്ഞാന അന്ധകാരം നിറഞ്ഞ ലോകത്തിലേക്ക് പോകുമെന്ന് ഈശോപനിഷത്ത് താക്കീത് ചെയ്യുന്നു. അപ്പോ നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാതെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാതെ ഇരുന്നാൽ നമ്മൾ എന്താണ് സംഭവിക്കുക? നമ്മൾ അന്ധകാരം നിറഞ്ഞ ലോകത്തിലേക്ക് പോകും എന്നാണ് പറയുന്നത്. നമുക്ക് അപ്പോഴും എന്തുണ്ടാവില്ല? വിവരം ഒന്നും മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാവില്ല അല്ലെ. നമ്മൾ ഈ ശരീരം എന്താണ്, ആത്മാവ് എന്താണെന്ന് തിരിച്ചറിവേ ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരെ എങ്ങനെയാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്? അവരെ വീണ്ടും വീണ്ടും ആസുരിക യോനികളിലേക്ക് ഞാൻ തള്ളിവിടും ഹേ അർജുന. അവർക്ക് ഒരിക്കലും എന്റെ അടുത്ത് തിരിച്ചെത്താൻ പറ്റാത്ത രീതിയിൽ അവരെ അധപതിച്ചു പോകും എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ. ആസുരികമായിട്ടുള്ള ആളുകളുടെ ഗതിയെ പറ്റി പറയുമ്പോൾ 16-ാമത്തെ അധ്യായത്തില് 15-16 ശ്ലോകങ്ങൾ അവിടെയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. എന്ത് പറഞ്ഞിരിക്കുന്നു? ഇവരെ ഇനിയും ഇനിയും ഞാൻ ആസുരീം യോനിയിലേക്ക് തള്ളിവിടും എന്ന് പറഞ്ഞിരിക്കുന്നു. ആത്മാവിനെ ഹനിക്കുന്ന ആധുനിക സംസ്കാരം വയറിന്റെ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പണിയെടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആധുനിക സംസ്കാരം വയറിന്റെ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വയറിന്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭൗതികമായ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. പക്ഷെ എന്താ സംഭവിക്കുന്നത്? എന്താണ്? ആ പ്രശ്നം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. പരിഷ്കൃതനായ മനുഷ്യൻ ആത്മസാക്ഷാത്കാരം പരിഷ്കൃതനായ മനുഷ്യൻ ആത്മസാക്ഷാത്കാരത്തെ അംഗീകരിക്കുന്നില്ല. ഇത് നമുക്കൊക്കെ കാണാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് അല്ലെ. ഒരു പരിഷ്കാരിയായിട്ടുള്ള വ്യക്തി, അതായത് എല്ലാ ഭൗതിക സുഖ സൗകര്യങ്ങളിലും ജീവിക്കുന്ന ഒരാളോട് നമ്മൾ ഭഗവത്ഗീത പഠിക്കാൻ പറഞ്ഞാൽ അവരെന്താ പറയാ? എനിക്ക് വട്ടൊന്നുമില്ല, നിങ്ങൾക്ക് വട്ടം ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ എന്ന് പറയും അല്ലെ. നമ്മൾ ഇന്നത്തെ കാലത്ത് ഭഗവത്ഗീത പഠിക്കാൻ പറഞ്ഞ ആളുകൾ അങ്ങനെ പറയാം. അതാണ് ഇവിടെ പറയുന്നത്. പരിഷ്കൃതനായ മനുഷ്യൻ ആത്മസാക്ഷാത്കാരത്തെ അംഗീകരിക്കുന്നില്ല. അവർക്കാർക്കും ആരാണ് ഞാൻ, എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഉള്ളത് തിരിച്ചറിയണം എന്ന് അവർക്ക് ആഗ്രഹമില്ല.
എന്നാൽ വയറിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും അതിന് വിരുദ്ധമായി തൊഴിലില്ലായ്മ പ്രശ്നം അയാളെ ഭയപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള അവസ്ഥയാണ് പ്രകൃതി നിയമത്തിന്റെ ക്രൂരത. പക്ഷെ അവര് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണ്. എന്തിനു വേണ്ടി? ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെ? വയറിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ അവർ തയ്യാറാണ്. പക്ഷെ തൊഴിലില്ലായ്മ പ്രശ്നം അയാളെ ഭയപ്പെടുത്തുന്നു. അപ്പൊ നാളെ എന്റെ ജോലി പോവോ, എനിക്ക് നല്ല വരുമാനം ഇല്ലാതെ ആയി പോവോ എന്നുള്ള പ്രശ്നം ആ വ്യക്തിനെ ഹോണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നു. ഇതാണ് ഭൗതിക പ്രകൃതിയുടെ നിയമത്തിന്റെ ക്രൂരത. ഇത്തരത്തിലുള്ള അവസ്ഥയാണ് പ്രകൃതി നിയമത്തിന്റെ ക്രൂരത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പരിശ്രമിക്കുന്നത് മുഴുവൻ വയറിന്റെ പ്രശ്നം ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ്. പക്ഷെ അത് ഒരു ഭയത്തിലാണ് നിൽക്കുന്നത്, അല്ലെ? നാളെ ആ ജോലി പോയി കഴിഞ്ഞാൽ എനിക്ക് ആഹാരത്തിനുള്ള വക പോലും ഇല്ലാതെ ആയി പോകും എന്നുള്ള ഒരു ടെൻഷനിലാണ് ആ വ്യക്തി നിൽക്കുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ആ വ്യക്തി എന്ത് ചെയ്യുന്നില്ല? ഭഗവാനെ കുറിച്ച് അറിയാനോ ആത്മസാക്ഷാത്കാരത്തിനോ ശ്രമിക്കുന്നില്ല. കഴുതകളെയും പന്നികളെയും പോലെ കഠിനാധ്വാനം ചെയ്യുന്നതിന് വേണ്ടിയല്ല മനുഷ്യജന്മം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്, മറിച്ച് ജീവിതത്തിൽ അത്യുന്നതമായ പരിപൂർണത നേടുന്നതിനാണ്. അപ്പോ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം തന്നെ എന്താണ്? ഈ കഴുതകളെയും പന്നികളെയും പോലെ ആഹാര, നിദ്ര, ഭയ, മൈഥുനം, ഈ 4 കാര്യങ്ങള് ആരൊക്കെ ചെയ്യുന്നുണ്ട്? മൃഗങ്ങളും ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ അത് മാത്രം ചെയ്ത് ജീവിക്കാൻ വേണ്ടിയല്ല നമുക്ക് മനുഷ്യ ശരീരം തന്നിട്ടുള്ളത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ജീവിതത്തിൽ അത്യുന്നതമായ പരിപൂർണത നേടുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വേദങ്ങൾ പറയുന്നു ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ, അല്ലെ? ഈ ഒരു ഇത് ഏതില് വരുന്നില്ല? മൃഗ കാറ്റഗറിയിൽ വരുന്ന, അല്ലെങ്കിൽ മൃഗജീവിതത്തില് ഈ പറയുന്ന 4 കാര്യങ്ങൾ വരുന്നില്ല. അവർക്ക് എന്ത് മാത്രം മതി? ആഹാരം, നിദ്ര, ഭയം, മൈഥുനം, ഈ 4 കാര്യങ്ങൾ മാത്രമേ അവർക്ക് വേണ്ടതുള്ളൂ. അവർക്ക് ധർമ്മം നോക്കേണ്ടതില്ല, സമ്പത്ത് ഉണ്ടാക്കണം എന്നുള്ള അർത്ഥം വേണ്ട, ആഗ്രഹങ്ങളില്ല, അല്ലെ? അവർക്ക് എന്താണോ ഇപ്പൊ കിട്ടുന്നത് അത് കിട്ടി കഴിഞ്ഞു. നാളേക്ക് എന്തെങ്കിലും കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം അവർ ആഗ്രഹിക്കുന്നില്ല, അല്ലെ? അപ്പൊ നമ്മൾക്ക് മനുഷ്യജന്മം തന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ബുദ്ധിയും തന്നോണ്ടാണ് വിട്ടിരിക്കുന്നത്, അല്ലെ? പക്ഷെ എന്നിട്ടും നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? കഴുതകളെയും പന്നികളെയും പോലെ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നു. പക്ഷെ ആക്ച്വലി ഈ മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യജന്മം നമുക്ക് അത്യുന്നതമായ പരിപൂർണത നേടുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ തന്നിരിക്കുന്നത്. ആത്മജ്ഞാനത്തെ പറ്റി ജാഗരൂകരാകാത്ത പക്ഷം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി കഠിനാധ്വാനം ചെയ്യാൻ പ്രകൃതി നമ്മെ നിർബന്ധിക്കും. അപ്പോ നമ്മള് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാതെ, നമ്മൾ ആരാണെന്നുള്ള സത്യം തിരിച്ചറിയാതെ ഇരിക്കുന്ന പക്ഷം നമുക്ക് ജോലി ചെയ്യാൻ ആർക്കും ഇഷ്ടമല്ല, അല്ലെ? വെറുതെ ഇരുന്നിട്ട് സുഖമായി ഇരിക്കാൻ ആണ് എല്ലാവർക്കും ഇഷ്ടം. ആർക്കും കഷ്ടപ്പെടാൻ ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൂടിയും ഈ പ്രകൃതി നിയമം നമ്മളെ കഠിനാധ്വാനത്തിന് നിർബന്ധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ടി വരും, ജോലി ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ പോലും. മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള തന്റെ ചുമതലകൾ നിർവഹിക്കാൻ വീഴ്ച വരുത്തുന്ന പക്ഷം ദേഹാന്തര പ്രാപ്തിയിലൂടെ അസുരഗ്രഹങ്ങളെ പ്രാപിക്കുകയും നികൃഷ്ടമായ ജീവിവർഗത്തിൽ ജനിച്ച് അജ്ഞതയിലും അന്ധകാരത്തിലും അകപ്പെട്ട് കഠിനാധ്വാനം ചെയ്യുന്നതിന് നിർബന്ധിതനായി തീരുകയും ചെയ്യുന്നു. അപ്പോ എങ്ങനെയാണ് ഭൗതിക പ്രകൃതി നമ്മളെ കഷ്ടപ്പെടുത്തുന്നത്? മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള തന്റെ ചുമതലകൾ നിർവഹിക്കാൻ വീഴ്ച വരുത്തുന്ന പക്ഷം. എന്ത് ചുമതലയാണ് നമ്മൾ വീഴ്ച വരുത്തുന്നത്? ആത്മസാക്ഷാത്കാരത്തിനുള്ള വഴിയിലേക്ക് പോകുന്നില്ല, അല്ലെ? ഭഗവാനെ കുറിച്ച് അറിയാനും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാനും തയ്യാറാകുന്നില്ല. അതാണ് നമ്മുടെ വീഴ്ച. അങ്ങനെയാണെങ്കിൽ ദേഹാന്തര പ്രാപ്തിയിലൂടെ നമ്മൾ 84 ലക്ഷം ജീവിവർഗങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ദേഹാന്തര പ്രാപ്തിയിലൂടെ ഗ്രഹങ്ങളെ പ്രാപിക്കുകയും, അപ്പോ ഇവിടെ മാത്രമല്ല, ഇവിടെ പോകേണ്ടി വരും അസുരഗ്രഹങ്ങൾ, അല്ലെ? നരകീയ ഗ്രഹങ്ങളിലേക്ക് പോകേണ്ടി വരും. നികൃഷ്ടമായ ജീവിവർഗങ്ങളിൽ ജനിച്ച് അജ്ഞതയിലും അന്ധകാരത്തിലും അകപ്പെട്ട് കഠിനാധ്വാനം ചെയ്യുന്നതിൽ നിർബന്ധിതരായി തീരുകയും ചെയ്യുന്നു. അപ്പോൾ നികൃഷ്ടരായ ജീവിവർഗങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ താഴ്ന്ന തരത്തിലുള്ള ജീവിവർഗങ്ങൾ, അല്ലെ? പട്ടി, അതുപോലെ പന്നി, ഇവയ്ക്ക് എന്താണ്? വൃത്തികേടായിട്ട് ജീവിക്കുന്നവരാണ്, അല്ലെ? പന്നി എന്താണ്? മലം വരെ ഭക്ഷിക്കുന്നു. അങ്ങനെയാണ് അതിന്റെ ജീവിതം. അപ്പോ നികൃഷ്ടമായ ജീവിവർഗങ്ങളിൽ ജനിച്ച് അജ്ഞതയിലും അന്ധകാരത്തിലും അകപ്പെട്ട് കഠിനാധ്വാനം ചെയ്യുന്നതിൽ നിർബന്ധിതരായി തീരുകയും ചെയ്യുന്നു. അപ്പോ അങ്ങനെ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. പല ജീവിവർഗങ്ങളിലൂടെ ജനിച്ചിട്ട് നമ്മൾ എങ്ങനെയാണെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്നില്ല എങ്കിൽ, ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിൽ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ട് അത് മുഴുമിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത്തരക്കാർക്ക് ഉത്തമ കുടുംബത്തിൽ പ്രത്യക്ഷപ്പെടാൻ അവസരം ലഭിക്കുന്നു. ഇത് ഭഗവത്ഗീത 6-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും?
ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ശ്ലോകം? ഹരേ കൃഷ്ണ. 6.41, അതായത് 6-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകാണ്. പ്രാപ്യ പുണ്യകൃതാൻ ലോകാൻ ഉഷിത്വാ ശാശ്വതി സമാഹ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോ വിജായത്തെ. ഭഗവാൻ പറഞ്ഞതാണ് അല്ലെ, നമ്മള് ഭക്തിയുത സേവനത്തിന്റെ പാതയില് പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ സംഭവിക്കാം? പ്രാപ്യ പുണ്യകൃതാൻ ലോകാൻ. നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു പുണ്യപ്രവൃത്തിയാണ് അല്ലെ. ശരിക്കും പുണ്യപ്രവൃത്തിയല്ല, അകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയുത സേവനമാണ്. അത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്ത് സാധിക്കുന്നില്ല? ഭഗവാനെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അത് എന്തായി മാറുന്നു? ഭഗവാന്റെ നാമം ജപിക്കുന്നുണ്ട്, ഭഗവാനെ മനസ്സിലാവുന്നില്ല. അപ്പൊ അതെന്തായി മാറുന്നു? പുണ്യപ്രവൃത്തിയാവുന്നു അല്ലെ. ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതിന് പകരം നമ്മൾ എന്തോ ഒരു കർമ്മം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതൊരു പുണ്യപ്രവൃത്തിയാവും. അങ്ങനെ പുണ്യപ്രവൃത്തിയായ എന്ത് സംഭവിക്കും? സ്വർഗീയ ഗ്രഹങ്ങളിൽ പോയി സുഖമായിട്ട് ജീവിക്കണം അല്ലെ. പ്രാപ്യ പുണ്യകൃതാൻ ലോകാൻ ഉഷിത്വാ ശാശ്വതി സമാഹ. ഇനി അതല്ലെങ്കിലോ? ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോപി ചായത്തെ. അതായത് നല്ല കുടുംബത്തിൽ അല്ലെ, വൈഷ്ണവരുടെ കുടുംബത്തിൽ ജനിച്ച് ബാക്കി നമുക്ക് എന്താണോ ചെയ്തു വെച്ചിരിക്കുന്നത് അതിന്റെ ബാക്കിയുള്ളത് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കും. എന്നാൽ ശ്രമം നടത്താൻ പോലും മുതിരാതെ മായാമോഹിതരായി ഭൗതിക സന്തുഷ്ടിയുമായി അത്യാസക്തി പുലർത്തുന്ന ഏതൊരാളും അന്ധകാര നിബിഡമായ നരകത്തിലെത്തുന്നു. അപ്പോ നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, അതിനൊട്ടും എത്ര സാഹചര്യങ്ങൾ ഉണ്ടായാലും അതിന് പരിശ്രമിക്കാതെ മായാമോഹിതരായി ഈ ഭൗതിക പ്രകൃതിയിലെ ഈ കിട്ടിയിരിക്കുന്ന ശരീരം എനിക്ക് സുഖിക്കാനുള്ളതാണ്, ഒരു ജീവിതം മാത്രമേ ഉള്ളൂ, അത് മരിക്കുന്നത് വരെ ആസ്വദിക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിച്ചാൽ എന്താ സംഭവിക്കുക? അത്യാസക്തി പുലർത്തുന്ന അങ്ങനെയുള്ള ആൾക്കാര് അന്ധകാര നിബിഡമായ നരകത്തിലെത്തുന്നു എന്ന് പറയുന്നു. അവർക്ക് നരകത്തിലേക്ക് പോകേണ്ടി വരും. ഭഗവാനെ മനസ്സിലാക്കാതെ ഈ ശരീരമാണ് ഞാനെന്ന് കരുതി ഈ ശരീരത്തിന്റെ അനിഷ്ടങ്ങളും അതിന്റെ സുഖങ്ങളും ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങളും മാത്രം ആസ്വദിച്ച് അതിനുവേണ്ടി എത്ര തരംതാണ പ്രവൃത്തിയും ചെയ്യാൻ തയ്യാറാവുന്ന ആളുകള്, അങ്ങനെയുള്ളവരെ നരകത്തിലേക്ക് പോകുന്നു എന്ന് ഇവിടെ പറയുന്നു. അത്തരം വ്യക്തികളെ ആത്മസംഭാവിത എന്ന് ശകാരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ ശകാരിക്കുന്ന വാക്കാണ് ആത്മസംഭാവിത എന്ന് പറയുന്നു. മനുഷ്യജന്മം കേവലം സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മാത്രമുള്ളതല്ല. പ്രകൃതി നിയമങ്ങൾ നമുക്കുമേൽ ഏൽപ്പിക്കുന്ന എല്ലാ ഭൗതിക ജീവിത പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ളത് കൂടിയാണ്. അപ്പോ രണ്ടു തരം പ്രശ്നങ്ങളാണ് ഇവിടെ അല്ലെ. ഒന്ന് എന്താണ്? സാമ്പത്തിക പ്രശ്നം. മറ്റൊന്ന് എന്താണ്? ഭൗതിക ജീവിത പ്രശ്നങ്ങൾ. രണ്ടു തരം പ്രശ്നങ്ങളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായിട്ട് എന്ത് പറയുന്നു? മനുഷ്യജന്മം സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. അതായത് ജീവിക്കാനുള്ള സമ്പത്ത് ഉണ്ടാക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല. പിന്നെ എന്തുണ്ട്? ഭൗതിക പ്രകൃതി നിയമങ്ങൾ നമ്മളെ ഏൽപ്പിക്കുന്ന എല്ലാ ഭൗതിക ജീവിത പ്രശ്നങ്ങളും എന്തൊക്കെയാണ്? ഭൗതിക പ്രകൃതി നമ്മളെ ഏൽപ്പിക്കുന്ന ജീവിത പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? 4 കാര്യങ്ങളുണ്ട്. ജന്മ, മൃത്യു, ജര, വ്യാധി ഇല്ലേ? 4 ക്ലേശങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണത്? നമ്മൾ ജനിക്കുന്നത് എങ്ങനെയാണ് ക്ലേശമാവുന്നത്? നമ്മൾ ജന്മ, മൃത്യു അല്ലെ, മരണം ഒരു ക്ലേശമാണ്. അതുപോലെ രോഗം ബാധിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെയോ വാർദ്ധക്യമാവുന്നത് ബുദ്ധിമുട്ടാണ്. അതെല്ലാവർക്കും അറിയാം. പക്ഷെ ജനനം എങ്ങനെയാണ് ബുദ്ധിമുട്ടാവുന്നത്? ജനനം ബുദ്ധിമുട്ടാവുന്നത് നമ്മൾക്ക് കുട്ടി അമ്മയുടെ ഗർഭത്തിൽ എന്താണ് അനുഭവിക്കുന്നതെന്ന് അറിവില്ലാത്തത് കൊണ്ടാണ്. ശ്രീമദ് ഭാഗവതം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് ആ കുട്ടി അനുഭവിക്കുന്നത് എന്ന്. അമ്മയുടെ ഉദരത്തില് ഉദര, അതായത് സഹോദരൻ എന്ന് പറയുന്നുണ്ട്. അമ്മയുടെ ഒരേ ഉദരം ഷെയർ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്താ വിളിക്കുക? ഒരേ അമ്മയുടെ വയറ്റിൽ പിറന്ന മക്കളെ എന്ത് വിളിക്കും? സഹോദരന്മാർ അല്ലെ. അതുപോലെ അമ്മയുടെ വയറ്റിനകത്ത് ഈ കുട്ടി ഉണ്ടാകുമ്പോ അതിനകത്ത് കുറെ പുഴുക്കളും ഉണ്ടാവും അത്രേ. ആ വയറിനകത്ത്, അതായത് ആ ഗർഭപാത്രത്തിനകത്ത് കുറെ ചെറിയ ചെറിയ പുഴുക്കൾ ഉണ്ടാവുന്നു. ഈ പുഴുക്കൾ വന്നിട്ട് ഈ കുട്ടീനെ കുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വയറ്റിൽ കിടക്കുന്ന കുട്ടീനെ ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുത്തി നോവിക്കുമ്പോ അതിന് ഭയങ്കരമായിട്ട് വേദനിച്ചിട്ട് അത് മോഹാലസ്യപ്പെട്ടു പോകുന്ന പറയുന്നത്. പിന്നെ അത് മാത്രല്ല, അമ്മ കഴിക്കുന്ന ആഹാരം, അമ്മ എരിവും പുളിയും ഒക്കെ ഉള്ള ആഹാരം കഴിക്കുമ്പോൾ അതിന്റെ തൊലിയൊക്കെ ഇങ്ങനെ ചുട്ടു നീറുന്നാണ് പറയുന്നത്. അത്രയും പെയിൻഫുൾ ആണ് അമ്മ കഴിക്കുന്നത് ആഹാരത്തിൽ എരിവും പുളിവും ഒക്കെ ഉണ്ടാകുമ്പോൾ കുട്ടി അനുഭവപ്പെടുന്നത്. പക്ഷെ നമ്മള് അങ്ങനെ കുട്ടി വേദനിക്കുമ്പോ ബുദ്ധിമുട്ടുമ്പോഴാണ് ആ കുട്ടി ഇങ്ങനെ കാലൊക്കെ ഇളക്കി അനക്കുന്നത് അല്ലെ. അപ്പൊ കുട്ടി എന്താ പറയാ? എന്റെ കുട്ടി എന്നെ ചവിട്ടുന്നു അല്ലെങ്കിൽ അനങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷിക്കുക ചെയ്യുന്ന അമ്മ അല്ലെ.
കുട്ടി അവിടെ നിന്ന് അനങ്ങുമ്പോ അമ്മ സന്തോഷിക്കുക ചെയ്യുന്നു. പക്ഷെ കുട്ടി ശരിക്കും നന്നായി സ്ട്രഗിൾ ചെയ്യണത്ര അവിടെ കിടന്നിട്ട്. കുറെ പുഴുക്കൾ ഉണ്ടാവും. അതൊക്കെ സഹോദര എന്ന് പറയുന്ന കാര്യം എന്താണ്, ഒരമ്മയുടെ വയറ്റിനകത്ത് തന്നെ ഉള്ളത് കൊണ്ട് അതിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും ആ കുട്ടീനെ. അപ്പൊ അതൊന്ന് എങ്ങനെങ്കിലും ഒന്ന് പുറത്ത് കിടന്ന ആ സമയത്ത് ആ കുട്ടി പ്രാർത്ഥിക്കും ഇത്ര, ഇനി ഒരിക്കലും ഒരു ജന്മം കൂടെ ഒരു യോനിയിൽ കൂടെ ജനിക്കാൻ ഞാൻ ഇടവരുത്തില്ല ഭഗവാനെ, സദാ ഭഗവാന്റെ നാമം ജപിക്കും. ഈ ഒരു ശരീരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുമെന്ന് പ്രോമിസ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് മറന്നു പോകുന്നു. പിന്നെ ഈ അമ്മയാണ് എൻ്റെ അമ്മ, ഈ അച്ഛൻ എൻ്റെ അച്ഛനാണ്, ഈ വീട് എൻ്റെ വീടാണെന്ന് കരുതി അത് ആസ്വദിച്ച് ജീവിക്കാനാണ് ശ്രമിക്കുന്നത്, എല്ലാം മറന്നുപോയിട്ട്. അപ്പോ മനുഷ്യജന്മം കേവലം സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മാത്രമുള്ളതല്ല. പ്രകൃതി നിയമങ്ങൾ നമുക്ക് മേലേൽപ്പിക്കുന്ന എല്ലാ ഭൗതിക ജീവിത പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ളത് കൂടിയാണ്. അതുപോലെ ഈ ഭൗതിക ജീവിത പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ 3 തരം പ്രശ്നങ്ങൾ വേറെയുണ്ട് ഇല്ലേ? എന്തൊക്കെയാണത്? ആദി ദൈവികം, ആദി ഭൗതികം, ആദി ആധ്യാത്മികം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും അതുപോലെ ജന്മ മൃത്യു ജരാവ്യാധി, ഈ 4 പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? ഒരു മനുഷ്യ ശരീരം അല്ലെ? നമുക്ക് ഇങ്ങനെ ഒരു മനുഷ്യ ശരീരം കിട്ടിയിട്ട് നമ്മൾ ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് ഇനി ഒരു യോനിയിൽ കൂടെ കടന്നു പോകേണ്ടതില്ല. നമ്മൾ ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകും അല്ലെ? ഭഗവാനെ കുറിച്ച് പറയുന്നതും ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതും ഭഗവാന്റെ നാമം ജപിക്കുന്നതും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് പുറത്ത് കടക്കാൻ, ഈ ഭവസാഗരത്തിന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. മാതാജി ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ടായി. നാളെ 8:30 ലെവൽ 2ന്റെ എക്സാം ആരെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്കൊക്കെ നാളെ 8:30 എക്സാം ഉണ്ടായിരിക്കും എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇതിൽ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യണ്ടേ? എന്റെ ഫോൺ എവിടെ വായിക്കുക? മാതാജി ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞങ്ങള് മാതാജി ഈ മന്ത്രം 4 വരി പറഞ്ഞതിന് ശേഷം അതിന്റെ ഇന്നർ മീനിങ് ഷോർട്ടായിട്ട് പറഞ്ഞു തരും. അപ്പൊ ഞങ്ങൾ അത് എഴുതി വെച്ച് 1-2 ആളെ കൊണ്ട് പറയിക്കൊക്കെ ചെയ്യും. അപ്പൊ ഞങ്ങളിപ്പോ എന്താണ് എഴുതേണ്ടത് ഇന്നർ മീനിങ് ആയിട്ട് ഷോർട്ടായിട്ട് മാതാജി ഒന്ന് പറഞ്ഞുതരാവോ? പറഞ്ഞുതരാലോ. അത് ഷോർട്ട് ആയതാണല്ലോ ഈ ഒരു ശ്ലോകത്തിന്റെ തന്നെ. ആത്മഹന്താവ് ആരായാലും ആ വ്യക്തി അന്ധകാരവും അജ്ഞാനവും നിറഞ്ഞതായ ലോകങ്ങളിലേക്ക് എത്തിച്ചേരും. ആത്മഹന്താവ് ആരൊരുവനായാലും, ആരാണോ ആത്മഹന്താവ് ആ വ്യക്തി ആസുരവും അന്ധകാരവും അജ്ഞാനവും നിറഞ്ഞതായ ലോകങ്ങളിൽ എത്തിച്ചേരും. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടല്ലോ മാതാജി, ഞാൻ ശ്രദ്ധിച്ചില്ല അത്. ഹരേ കൃഷ്ണ. അപ്പോ ക്വസ്റ്റ്യൻ ആൻസർ എന്റെ ഫോൺ എവിടെയോ ഞാൻ കൊണ്ടുവച്ചു, കാണുന്നില്ല. നിങ്ങൾ ചോദിച്ചോളൂ ചോദ്യം, നമുക്ക് നോക്കാം ഉത്തരം. മന്ത്രം 3 വ്യക്തമാക്കുക. അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. അത് കഴിഞ്ഞു. അടുത്തത്, മനുഷ്യമൃഗത്തിൽ നിന്നും ഭിന്നമായി പ്രവർത്തിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ചുമതലാബോധം അല്ലെ? ചുമതലാബോധം ഉള്ളത് കൊണ്ടാണ് മനുഷ്യര് മൃഗത്തിൽ നിന്ന് ഭിന്നമായി പ്രവർത്തിക്കുന്നത്. ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ? പ്രപഞ്ചത്തിലുള്ള ജനങ്ങളെ തരം തിരിക്കുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുക. എങ്ങനെയാണ്? പ്രപഞ്ചത്തിൽ രണ്ട് പേരാ ഉള്ളത്. ഒന്ന് സുരന്മാരും ഒന്ന് അസുരന്മാരും. മനുഷ്യ ശരീരത്തിന്റെ സവിശേഷതകളെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് മനുഷ്യ ശരീരത്തിന്റെ സവിശേഷതകളെ? അനുകൂലമായ കാറ്റിനോട് അല്ലെ? കാറ്റിനോട്. അനുകൂലമായ കാറ്റിനോട്, വെറും കാറ്റല്ല, അനുകൂലമായ കാറ്റിനോട്. എങ്ങനെയുള്ള മനുഷ്യനെ ആത്മനാശക കണക്കാക്കാം? എങ്ങനെയുള്ള ആളെയാണ് കണക്കാക്കാൻ പറ്റുന്നത്? അവിടെ തന്നെ അതാ, സ്ലൈഡിൽ തന്നെ അതാ. എല്ലാ സൗകര്യങ്ങളും കിട്ടിയിട്ടും ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി അവയൊന്നും ഉപയോഗിക്കാത്ത, പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാത്ത ഒരാളിനെ ആത്മഹന്താവ് അഥവാ ആത്മനാശകനായി കണക്കാക്കാം. അതായത്
സൗകര്യങ്ങളൊക്കെ കിട്ടിയിട്ടും ഭഗവാന്റെ നാമം ജപിക്കാനോ ഭഗവാനെ മനസ്സിലാക്കാനോ ശ്രമിക്കാത്ത വ്യക്തി ഏത് പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാത്ത പക്ഷങ്ങളെ കണക്കാക്കാം. മനുഷ്യൻ തന്റെ ചുമതലകൾ നിർവഹിക്കാൻ വീഴ്ച എന്താണ് സംഭവിക്കുന്നത്? ആദ്യത്തെ എഴുതും മുമ്പേ രണ്ടാമത് പറയണ എഴുതി തീർന്ന ആദ്യത്തെ അഞ്ചാമത്തെ എഴുതിക്കോളും അത് കുഴപ്പമില്ല. എല്ലാ സൗകര്യങ്ങളും കിട്ടിയിട്ടും ഭഗവാന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി അവയൊന്നും പ്രയോജനപ്പെടുത്താൻ ഇല്ലാത്ത ആളിനെ ആത്മസംഭാവന പറയും. എഴുതിയോ? എഴുതി. ഇനി അടുത്ത് എന്താ മനസ്സിലാക്കി? എങ്ങനെയുള്ള മനുഷ്യൻ ആത്മനാശകനായി കണക്കാക്കാം? അതല്ലേ നമ്മൾ അതെ, മനുഷ്യൻ തന്റെ ചുമതലകൾ നിർവഹിക്കാൻ വീഴ്ച വരുത്തുന്ന പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? എനിക്ക് കേൾക്കാം. ഒരാൾ മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും. പറഞ്ഞോളൂ, ഒരാള് മാത്രം. വിജയ. മനുഷ്യൻ തന്റെ ചുമതലകൾ നിർവഹിക്കാൻ വീഴ്ച വരുത്തുന്ന പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുക? നമ്മള് ജനന മരണ ചക്രത്തിലേക്ക് പോകും അല്ലെ? വീണ്ടും മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള തന്റെ ചുമതലകൾ നിർവഹിക്കാൻ വീഴ്ച വരുത്തുന്ന പക്ഷം ദേഹാന്തര പ്രാപ്തിയിലൂടെ അസുരഗ്രഹങ്ങളെ പ്രാപിക്കുന്നു. നികൃഷ്ടമായ ജീവിവർഗത്തിൽ ജനിച്ച് അജ്ഞതയിലും അന്ധകാരത്തിലും അകപ്പെട്ട് നിർബന്ധിതനായി തീരുന്നു. പിന്നെ 7 ആത്മസംഭാവിത എന്തെന്ന് വിശദമാക്കുക. ആത്മസംഭാവിത അത് അങ്ങനെ ക്ലാരിഫൈ ചെയ്ത് എഴുതിയിട്ടില്ലല്ലോ അതില്. ഞാൻ ഒരു മിനിറ്റ് നോക്കട്ടെ ടെക്സ്റ്റ്. അവർ എഴുതട്ടെ, അപ്പോഴേക്കും നമുക്ക് നോക്കാം. ഭൗതികാസ്പർശം തന്നെയാണ് വ്യക്തികളെ വഞ്ചനയുടെയും സ്വന്തം തന്നെ നമ്മള് പറഞ്ഞില്ലേ, ആത്മഹന്താവായിട്ടുള്ള വ്യക്തിനെ തന്നെയാണ് ആത്മസംഭാവിത എന്ന് പറയുന്നത്. അത്തരം വ്യക്തികളെ അതായത് ശ്രമം നടത്താൻ പോലും മുതിരാതെ മായാമോഹിതരായി ഭൗതിക സന്തുഷ്ടിയുമായി അത്യാസക്തി പുലർത്തുന്ന ഏതൊരാളും അന്ധകാര നിബിഡമായ നരകത്തിൽ എത്തുന്നു. അത്തരം വ്യക്തികളെ ആത്മസംഭാവിത എന്ന് ശകാരിക്കുന്നുണ്ട്. അപ്പോ മായയിൽ മോഹിതരായിട്ട് ഭൗതികമായിട്ടുള്ള ഈ ശരീരമാണ് എന്ന് വിചാരിച്ച് ആ ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങളോട് അത്യാസക്തി പുലർത്തിയിട്ടുള്ള ഒരു വ്യക്തി, അങ്ങനെയുള്ള വ്യക്തി അന്ധകാര നിബിഡമായ നരകത്തിലെത്തുന്നു. അയാളെ വിളിക്കുന്ന പേരാണ് ആത്മസംഭാവിത എന്ന് ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്നു എന്നാണ് പറയുന്നത്. 16-ാമത്തെ അധ്യായത്തിൽ 17 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ ആത്മസംഭാവിത എന്നുള്ള കാര്യം. അതായത് ആരാണോ ആത്മഹന്താവായിട്ടുള്ളത് ആ വ്യക്തിക്ക് വിളിക്കുന്ന പേര് തന്നെയാണ് എന്ത്? ആത്മസംഭാവിത എന്ന്. അയാളെ ശകാരിക്കുന്ന പേര് അല്ലെ, ചീത്ത പറയുന്ന പേരാണ് ആത്മസംഭാവിത എന്ന്. ആത്മഹന്താവായിട്ടുള്ള വ്യക്തി എന്താ ചെയ്യുന്നത്? എല്ലാ സൗകര്യങ്ങളും കിട്ടിയിട്ടും ആ വ്യക്തി എന്തിനു മുതിരുന്നില്ല? ആത്മസാക്ഷാത്കാരത്തിന് മുതിരാതെ മായാമോഹിതരായിട്ട് അല്ലെ, ഈ ഭൗതിക ശരീരമാണെന്ന് കരുതി ഭൗതിക സന്തോഷത്തിനായിട്ട്, ശാരീരിക സന്തോഷത്തിന് അല്ലെങ്കിൽ ഇന്ദ്രിയ സന്തോഷത്തിനായിട്ട് മാത്രം പ്രവർത്തിച്ച് അതുമായിട്ട് ആസക്തി പുലർത്തുന്ന വ്യക്തി, അങ്ങനെയുള്ളയാള് ഇങ്ങോട്ട് പോകും? അന്ധകാര നിബിഡമായ നരകത്തിൽ എത്തിച്ചേർന്നു. അയാളെ വിളിക്കുന്നു ആത്മസംഭാവിത എന്ന്. ഹരേ കൃഷ്ണ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ലേഖനേ ഉള്ളു മാതാജി. കഴിഞ്ഞോ?
हरे कृष्णा वाञ्छाकल्पतरूपश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। अनंत कोटि वैष्णव वृंद की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, निताय गौर प्रेमानंदे। हरि हरि बोल। हरे कृष्णा। सर्वं श्री कृष्णार्पणमस्तु। हरे कृष्ण। प्रणामं। नमः माता।